UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉറച്ച് PK ശശി CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി ഒറ്റപ്പാലത്ത് UDFനായി കളത്തിൽ ഇറങ്ങിയേക്കും എന്ന വാർത്തകൾ വരികയാണ്. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, അങ്ങനെ UDF നേതൃത്വമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമൊക്കെ ചർച്ചകൾ നടന്നോ? സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടല്ലേ? ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. UDF നേതാക്കളുമായി ചർച്ച നടത്തിയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നാളെ നടക്കുന്ന വിമത കൺവെൻഷനിൽ PK ശശി പങ്കെടുക്കും. അത് ഉദ്ഘാടനം ചെയ്തത് PK ശശി ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം UDF പിന്തുണയോടുകൂടി ഒറ്റപ്പാലത്ത് മത്സരിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായി ചില നേതാക്കളെ PK ശശി കണ്ടതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. UDFിലെ ലീഗ് നേതാക്കളെയാണ് PK ശശി കണ്ടത്. അതായത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രാദേശികമായിട്ട് അങ്ങനെ UDFിലോ അല്ലെ കോൺഗ്രസിലോ മറ്റ് എതിർപ്പുകളൊന്നും ഇല്ലല്ലോ? തീർച്ചയായും ശക്തമായ എതിർപ്പ് PK ശശിക്കെതിരെ ഉണ്ട്. അത് പ്രധാനമായും ഒറ്റപ്പാലം ഉള്ള ചില പ്രാദേശിക നേതാക്കളിൽ ഒരു വിഭാഗം PK ശശി എതിർക്കുന്നുണ്ട്. അത് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞ് അവർ VD സതീശനെ വരെ സമീപിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ PK ശശിക്കെതിരെയും ഒരു വിഭാഗം നേതാക്കൾ ഒറ്റപ്പാലത്ത് സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതും കാണേണ്ടതുണ്ട്. PK ശശിയെ എങ്ങനെ അഡ്രസ് ചെയ്ത് അവതരിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കാരണം PK ശശി അധിക നാളായിട്ടില്ല, ഒരു നിലപാട് പ്രഖ്യാപിച്ചു. നിലപാട് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പോകുന്നു എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലൊരു അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഖമായി മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് കോൺഗ്രസിന് അങ്ങനെ ഒരു ആശയവിനിമയം എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ? അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം നിലവിൽ ഒരു മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്നുള്ള രീതിയിൽ CPMലെ വിമതരെല്ലാം തന്നെ ഒന്നിക്കുന്നു. അവർ നിലവിൽ ഏതെങ്കിലും തരത്തിൽ UDFിന്റെ ഭാഗമാകുന്നില്ല. പക്ഷെ മറിച്ച് അവർക്ക് UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത. കാരണം അവർ നേരിട്ട് ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അവർ UDFിന്റെ ഭാഗമാകില്ല. മറിച്ച് അവരുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയും അതിനുശേഷം പിന്നീട് അവർ ഭാവിയിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയും UDFിനൊപ്പം ചേരാനുമാണ് സാധ്യത. അതിൽ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് PK ശശി ഗോകുൽ, അതായത് ഒരു അസോസിയേറ്റ് അംഗം എന്ന നിലയിലൊക്കെ ഭാവിയിൽ ഇനി UDFിലേക്കുള്ള പ്രവേശനം അങ്ങനെയൊക്കെയാണോ ആലോചിക്കുന്നത്? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു UDFിന്റെ പിന്തുണയോടുകൂടി ഈ ഘട്ടത്തിൽ മത്സരിക്കുക. അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ ഒരു പാർട്ടി രൂപീകരിച്ച് UDFിനൊപ്പം ചേരുക. അത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഈ വിമത വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ശശിയുടെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ? അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയോ? അങ്ങനെ ഗോകുൽ പുള്ളിയെ ബന്ധപ്പെട്ടോ? നമ്മൾ ശശിയെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പല തവണ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ ഈ വാർത്ത ഇന്ന് ശശി വിമത കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത് വിമത നേതാവാണ്. അവർ അതനുസരിച്ച് ശശിയുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ വരെ അടിക്കുകയും ചെയ്തു. നാളെയാണ് ശശി ഈ പരിപാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അതിനുശേഷം നമ്മൾ ശശിയുടെ പ്രതികരണം തേടാൻ പോയെങ്കിലും കഴിഞ്ഞില്ല. അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ നാളെ ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ അദ്ദേഹം എത്തും, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വർഷങ്ങളായിട്ട് CPMന്റെ, അതായത് പതിറ്റാണ്ടുകളോളം പാലക്കാട് CPMന്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു ശശി. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി CPMനെ സംബന്ധിച്ച് കൂടി എത്രത്തോളം ഉണ്ടായിരിക്കാം? CPMനെ സംബന്ധിച്ചിടത്തോളം CPM നടപടിയെടുത്ത് നിൽക്കുന്ന ഒരാളാണ് PK ശശി. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ CPMനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ രീതിയിൽ CPM പ്രതിരോധിക്കാനാണ് സാധ്യത. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അന്ന് തന്നെ ഈ അസംതൃപ്തിയുടെ കൂടുതൽ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ ശശി പാർട്ടിയോട് അകലുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ കുറെ നാളുകളായി രംഗത്ത് വരികയാണ്. അപ്പോഴാണ് ഈ ഒരു പ്രവർത്തക കൺവെൻഷൻ നാളെ ചേരുന്നതും അതിൽ PK ശശി പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.